ഇവിടെ സാധാരണക്കാർ അല്ലെങ്കിൽ ഇവിടെ 140 MLA-മാരുണ്ട്. പ്രതിപക്ഷത്ത് 98 MLA-മാർ കഴിഞ്ഞാൽ 99 MLA-മാർ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പ്രതിപക്ഷത്തുണ്ട്. അവരാരും ഇന്നേ വരെ പറയാത്ത കാര്യം, വെറുതെ പോലും ഒരു പ്രസ്താവനയായിട്ടോ ഒരു അഭിപ്രായമായിട്ടോ പറയാൻ മടിച്ച കാര്യം, അല്ലെങ്കിൽ പറയാൻ അവർക്ക് കഴിയാതിരുന്ന കാര്യമാണ് ഇവിടെ PV അൻവർ പറഞ്ഞത്. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP കൊലയാളിയാണ്, കള്ളക്കടത്തുകാരനാണ്, അനധികൃത സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്, പെരുങ്കള്ളനാണെന്ന് CPM-ൻ്റെ ഒരു MLA പറയുകയാണ്. എന്നിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നു. ഇത് CPM-നുള്ളിൽ കുറേ കാലങ്ങളായി VS അച്യുതാനന്ദന് ശേഷം ഇത്തരം തെറ്റുകൾ പറയാൻ ആരും ധൈര്യം കാണിച്ചില്ല. അൻവർ അതിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രിൻറ്റു മഹാദേവ്? തീർച്ചയായും പൊതുവേ നമ്മൾ PV അൻവറിനെ നമ്മൾ കാണുന്നത് അദ്ദേഹം പല സമയത്തും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ ഒന്നും കൃത്യമായി വസ്തുതകൾ പഠിക്കാതെയുള്ള ഒരു പ്രസ്താവനകളാണ് പലപ്പോഴും നമ്മൾ PV അൻവർ എന്ന ഒരാൾക്കാണ്. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ഒന്നാം തരം ബിസിനസ്സുകാരനാണ്. അതിൽ രണ്ടാമത്തെ നിലയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം എത്തി നിൽക്കുന്ന വലിയൊരു ദുർഗതിയുണ്ട്. തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം കുറേ സമയം നമ്മൾ ആഫ്രിക്കയിലൊക്കെ അദ്ദേഹം മാസങ്ങളോളം മാറി നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ ബിസിനസ് നടത്താൻ പോയ കാര്യങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടൊന്നും നമ്മൾ അങ്ങനെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ ഞാനൊരു ജനകീയ വിപ്ലവത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് പാർട്ടിയെ വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു സഖാവ് എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്, അത് പൊതുജനങ്ങളോട് ഞാൻ പറയുകയാണ്. അതിൽ രണ്ട് സ്റ്റൈലാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം ചെയ്ത നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു, ജനകീയ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് പറയാൻ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ട് എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഫോൺ പോലും ഞാൻ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിത് പബ്ലിക്കിന് മുമ്പിൽ പരസ്യമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നുള്ളൊരു വലിയൊരു രാഷ്ട്രീയ, നമ്മൾ വിചാരിച്ചൊരു കൊട്ടാര വിപ്ലവം പോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് അദ്ദേഹം പിണറായി വിജയനുമായി സംസാരിക്കുന്നു, പാർട്ടി സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുന്നു. പിണറായി വിജയൻ സംസാരിച്ച ശേഷം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റിയതിൻ്റെ ഒരു സന്തോഷമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മുടെ ഇടത് നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിക്ക് ഒരു ഘടനയുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം അനുസരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒരു MLA എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗത്തിന് നേരെ ഇങ്ങനെ പരസ്യമായിട്ട്, ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി നിശ്ചയിക്കപ്പെട്ടതാണല്ലോ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു ആരോപണം പറയുക? അദ്ദേഹം മുഖ്യമന്ത്രിയെ സേഫ് സോണിൽ നിർത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ADGP അടക്കമുള്ള ആൾക്കാർ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ദാവീദ് ഇബ്രാഹിമിനേക്കാൾ മോശമാണ്, രാജ്യവിരുദ്ധനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമായിട്ടൊന്നും അസ്കറിന് വേണമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം അതിനെ നിരീക്ഷിക്കാൻ പറ്റിയത്? കാരണം എനിക്ക് സത്യത്തിൽ ഇത് ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾക്ക് ഇതിന് മറുപടി പറയണം. കാരണം അദ്ദേഹം ഇന്ന് സത്യത്തിൽ 2 അടിയാണ് അടിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ ഭരണ സംവിധാനം കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് നേരെ പിണറായി വിജയനെ സേഫ് സോണിൽ നിർത്തുമെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി നിയോഗിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ആഞ്ഞടിക്കുന്നു. അതുപോലെ ADGP-യും SP-മാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമായിട്ട് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിനകത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ജനൻ TV ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. ഈ ഒരു കൊട്ടാര വിപ്ലവത്തിന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അദ്ദേഹം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പവർ ഗ്രൂപ്പിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ റിയാസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ശശി, ADGP അടക്കമുള്ള ഭരണകൂട സംവിധാനങ്ങളുമായി ബന്ധിക്കുന്ന ഒരു വലിയൊരു പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിനെതിരെ പാർട്ടിക്ക് അടയ്ക്കുന്ന കൃത്യമായിട്ടുള്ള പ്രത്യേകിച്ച് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വരുന്ന ഒരു ഘട്ടമാണ്. നമുക്ക് ഇത് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഒരു സാധാരണ പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം പാർട്ടി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ തത്വങ്ങളൊന്നും അറിയാത്ത ആളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞതിന് പിന്നുള്ള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി CPM-നകത്തും തന്നെയുള്ള പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ
അതോടൊപ്പം അദ്ദേഹം ഉന്നയിക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന രണ്ടാമതൊരു കാര്യമുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രതിച്ഛായ നഷ്ടത്തിലായിരുന്നു പി വി അൻവർ നിന്നിരുന്നത്. അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് നിന്നതോട് നിങ്ങൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രണ്ട് രീതിയിലാണ് കാണുന്നത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ അദ്ദേഹത്തിന് അറിയാം ഒരു CPM പോലെയുള്ള സംവിധാനത്തിനെതിരെ പിണറായി വിജയന്റെ ഭരണത്തിന് ഒരു പവർ ലോബിക്കെതിരെ ഞാൻ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പറകിൽ ദൈവം മാത്രമാണെന്ന്. ഇന്ന് അദ്ദേഹം ഒന്നും കൂടി തിരുത്തി പറഞ്ഞു, ദൈവവും പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുസരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഒരു 8-7 വർഷങ്ങളായിട്ട് നാം കാണുന്ന ഈ കേരളത്തിൻ്റെ പൊതുപരിതസ്ഥിതിയിൽ ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലെ ജനങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അഴിമതി ആയിക്കോട്ടെ, പിന്നെ പോലീസ് സംവിധാനങ്ങളായിക്കോട്ടെ, ക്രമസമാധാന പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിനെതിരെയുള്ള വിരൽ ചൂണ്ടലാണ് സത്യത്തിൽ PV അൻവർ നടത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായിട്ട് പാർട്ടിക്കകത്തുനിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അതായത് ഇപ്പോഴുള്ള സംസ്ഥാന സെക്രട്ടറി, യുവാവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഈ ഒരു ചർച്ചയിൽ പറയുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ അടക്കം പിന്തുണയോടുകൂടി ഇദ്ദേഹം ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളൊന്നും ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു പ്രദേശത്തുള്ള ആളുകളാണ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ അടക്കം പിന്തുണയോടുകൂടി ഒരു പുതിയൊരു ലോബി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രൂപപ്പെടുന്നു ഈ പവർ ലോബിക്കെതിരെ. അതിന്റെ ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് നമ്മളിത് കണ്ടാൽ മതി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നേരത്തെ അസ്കർ സാറൊക്കെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളുടെ വ്യതിചലനത്തോടൊപ്പം തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി. ഒരു MLA-ക്ക് പരസ്യമായിട്ട് ഈ ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താവുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിന്റെയും അധപതനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ വളരെ അധികം ഞെട്ടലോടെയാണ് മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു CPM-ന്റെ MLA ഇങ്ങനെ വന്ന പാർട്ടി സംവിധാനം അല്ലെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും പറയാൻ കഴിയാത്ത കാര്യം, അല്ലെങ്കിൽ അവർക്ക് പോലും പറയാൻ തൻ്റെ ഇടമില്ലാത്ത കാര്യം ഒരു CPM-ന്റെ MLA ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ഇത് പ്രതിപക്ഷ നേതാവാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം VS അച്യുതാനന്ദൻ നിന്ന ആ ഒരു മേഖലയിലേക്കാണ് അച്യുതാനന്ദൻ്റെ അത്രയും ഒന്നും പാർട്ടി പാരമ്പര്യമൊന്നും ഇല്ല എങ്കിൽ പോലും ഈ PV അൻവറിൻ്റെ സ്പേസ് VS അച്യുതാനന്ദൻ നിന്ന ആ ഇടത്തേക്ക് നടന്നെടുക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.